ഈ വർഷത്തെ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ആഘോഷിക്കുന്നത് പോലെ തന്നെ BMCയുടെ കൂടെ ബാംഗ്ലൂർ മലയാളി ക്ലബിൻ്റെ കൂടെ ആണ് ആഘോഷിച്ചത്. വളരെ ഭാഗ്യമുണ്ടായി. ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ഞാൻ BMCയിൽ അംഗമായതും അതിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞതും. ഈ ആഘോഷങ്ങൾ അതുകൊണ്ട് തന്നെ 12-ാം തീയതി അതായത് ഞായറാഴ്ച അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. ഒരു ഓർഫനേജിലാണ് ഞങ്ങൾ, ഒരു ഫാദറിൻ്റെയും കുട്ടികൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു ഓർഫനേജിലാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഫാദറാണ് അതിൻ്റെ മേൽനോട്ടം നടത്തുന്നത്. ഫാദർ ഒരുപാട് ആക്റ്റീവായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഗെയിംസിലൊക്കെ ആക്റ്റീവായിട്ട് ഒരുപാട് ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ അവർ ട്രെയിൻ ഫാദറും അവരും സീനിയേഴ്സും അതായത് കെയർ ടേക്കറും ഒക്കെ കെയർ ചെയ്യുന്നത് കണ്ട അവരെ പഠിപ്പിച്ചിരിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾ, നല്ല കൾച്ചറൊക്കെ പഠിപ്പിച്ച കുഞ്ഞുങ്ങളും എല്ലാവരെയും കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ അടുത്ത് പോയി അവരോടൊപ്പം ഒരു ദിവസം കഴിച്ചു കൂട്ടാനും അവരോടൊപ്പം അവരുടെ മനസ്സ് നിറയ്ക്കാനും പറ്റിയതിൽ BMCയോടൊപ്പം എനിക്കും ചാരിതാർത്ഥ്യമുണ്ട്. ഒരുപാട് അതായത് സ്റ്റാർട്ടിങ് അത്തപ്പൂക്കളം തൊട്ട് വടംവലി വരെ ഉള്ള ഗെയിം ഒക്കെ നടത്തി ഒരുപാട് സന്തോഷിച്ചു, മനസ്സ് തുറന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അച്ഛനമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസ്, അതായത് കുഞ്ഞുങ്ങളുടെ നൃത്തങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ സ്പോൺസർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ അഡ്മിൻസും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതിൻ്റെ വേറെ ഓർഗനൈസേഷനും ഒക്കെ മുന്നോട്ട് വന്നതുകൊണ്ടും അവൾ വളരെ ആക്റ്റീവായിട്ട് ഓരോ ആക്ടിവിറ്റീസും അവിടെ നടത്താൻ ഉദ്ദേശിച്ച് പൂക്കളം തൊട്ടുള്ള ലാസ്റ്റ് 7 മണി വരെ വൈൻഡപ്പ് ചെയ്ത അത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയോടെ ഓർഗനൈസ് ചെയ്യാൻ ഇതിൻ്റെ നടത്തിപ്പുകാർക്ക്, അതായത് അഡ്മിൻസിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ എല്ലാവരെയും വീട്ടിൽ വിടാനുള്ള കാര്യങ്ങളുമൊക്കെ അവർ തന്നെ മേൽനോട്ടം വഹിച്ച് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഫാമിലിയായിട്ടൊക്കെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, അതുപോലെ അന്തേവാസികളായ അമ്മമാരുടെയും അച്ഛന്മാരുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അച്ഛനും ഒരുപാട് ഫാദർ ഒത്തിരി ഇൻവോൾവ്ഡ് ആയിട്ടായിരുന്നു ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. BMC ഒരുപാട് കാര്യങ്ങൾ ബാംഗ്ലൂരിൽ മലയാളികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ജോബിൻ്റെ ആണെന്ന് പറഞ്ഞാലും റെസിഡൻഷ്യൽ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ മെഡിക്കലി എന്തെങ്കിലും എയ്ഡ്, ഹെൽപ്പ്, സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാത്തിനും ഓടി വരാറുണ്ട്. താങ്ക് യു BMC ഫോർ സച്ച് എ വണ്ടർഫുൾ സെലിബ്രേഷൻ. സ്നേഹസദൻ എന്ന് പറയുന്ന നാരായണയിലുള്ള സ്നേഹസദൻ എന്ന് പറയുന്ന ഓർഫനേജിൽ വെച്ചാണ് ഇത് നടത്തിയത്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ, കൈവിടുമോ ഒരു നാളും മറക്കുമോ ഇരയരികിൽ തുണയരികിൽ സിന്ദൂരക്കുരുവി കണ്ണും കടക്കണ്ണും കഥകൾ മാറും നേരം സിരകളിലെങ്ങോ കല്യാണമേളം കണ്ണും കടക്കണ്ണും കഥകൾ മാറും നേരം സിരകളിലെങ്ങോ ഒരു കല്യാണമേളം മണിച്ചിര കടിച്ചവനോടൊപ്പം
നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റെ ചന്ദമിഴി പൂവേ മൊഴി കണ്ണിനു കണ്ണായ കണ്ണി ചന്ദമിഴി പൂവേ മൊഴി കണ്ണിനു കണ്ണായ കണ്ണി കണ്ണുജലാടും മങ്കൈമണി നീ മകൾ തിങ്കൾ പുതുമലമണി തട്ടിലേ. ഇതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഇവർ ഒത്തിരി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു.